ഹലോ വെൽക്കം ടു നീൻസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ചാനലിൽ നാട്ടിൽ സ്റ്റുഡിയോൻ്റെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കാൻ പോണത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രാവശ്യം സ്റ്റുഡിയോയിൽ പോവും. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം സ്റ്റുഡിയോയിൽ. ഞാൻ കുറച്ച് കുർത്താസിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ കുറച്ച് നോക്കി. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള വൈറ്റിലൊക്കെ ഒരുപാട് നല്ല കുർത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓവർ സൈസ്ഡ് ടീഷർട്ട്സിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഗേൾസിൻ്റെ ബോയ്സിൻ്റെതിലും ഉണ്ടായിരുന്നു. പിന്നെ ഷൂസ് കാര്യങ്ങളൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മഴക്കാലത്തും ഇത്രയും ഷൂസിൻ്റെ കളക്ഷൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ നല്ല ഓഫർ പ്രൈസിലായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ബോയ്സിൻ്റെ ടീഷർട്ട് കളക്ഷൻസിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഗേൾസിൻ്റെ കോഡ് സെറ്റിലും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സൈസ് അവൈലബിൾ അല്ലായിരുന്നു. ഒരുവിധം എല്ലാവരും ലാർജ് എക്സൽ ആ ഒരു സൈസ് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. സ്മോളും ഡബിൾ എക്സലൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ, അതിൻ്റെ വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട് കേട്ടോ. ബോയ്സിൻ്റെ ഷർട്ട്സിലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിലെ പോലെ തന്നെ ജീനിലും പാൻസിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉള്ള കോഴിക്കോട് സ്റ്റോർ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കണ്ടത്. സാധാരണ ഇത്രയും കളക്ഷൻസ് ഇവിടെ വരുമ്പം കാണാറില്ല. ഇപ്പം മഴക്കാലത്ത് നല്ല ഒരു കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും കോഴിക്കോട് ഉണ്ടെങ്കിൽ കോഴിക്കോട് സ്റ്റോറിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇതിൽ തന്നെ ഒരുപാട് പ്രൈസിലും കുറവുണ്ടായിരുന്നു. 599, 499 ആ ഒരു റേഞ്ചിലായിരുന്നു അധികം പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ കോസ്മെറ്റിക്കിൻ്റെ ഭാഗത്തും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് നോർത്ത് ഇന്ത്യയിലാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. ഇപ്പം നെയിൽ പോളിഷും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൂടുതലായിട്ടും നോർത്തിലാണ് കൂടുതൽ കളക്ഷൻസ്. വെറൈറ്റി ഓഫ് കളേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ കളേഴ്സ് പൊതുവേ കുറവായിരുന്നു. ഗേൾസിൻ്റെ ചപ്പൽസിൻ്റെ ഭാഗത്ത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ്, നമ്മൾ മഴയത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല സൂപ്പർ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഹീലുള്ളതും ഹീലില്ലാത്തതും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രാവശ്യം സ്റ്റുഡിയോയിൽ. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസും ഇവിടെ കണ്ടു കേട്ടോ. അത് ഓൾറെഡി സ്റ്റുഡിയോയിൽ കാണുന്ന സെയിം ഐറ്റംസ് തന്നെയാണ്. പക്ഷേ 140, 149 റേഞ്ചിൽ അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല മാല, നല്ല കമ്മൽസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതും ഉണ്ടായിരുന്നു. സ്റ്റുഡിയോൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോൾ അതേപോലെ കോമൺ ആയിട്ട് ഒരുപാട് പേര് ഇടും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വലിയ തെറ്റില്ലാത്ത പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇപ്രാവശ്യം ആണ് എനിക്ക് കാലിക്കറ്റ് വന്നതിൽ നല്ല പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നല്ല ലോങ് കുർത്തീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു ഏരിയയിലേക്ക് ഞാൻ അങ്ങനെ കൊണ്ട് പോകാത്തതുകൊണ്ടാണ് അധികം വീഡിയോസിലൊന്നും കാണാത്തത്. ഈ ബ്ലൂ കളർ കുർത്തിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 299 ആ ഒരു റേഞ്ച്, 599 റേഞ്ചിനുള്ളതും ഉണ്ട്. അതിൻ്റെ ലെങ്ത്ത് കൂടുമ്പോഴും പിന്നെ ഷോർട്ട് ആകുമ്പോഴും നമ്മൾ ജീൻസിനൊക്കെ ഇടുന്ന ടൈപ്പ് ആകുമ്പോഴും ഒക്കത്തിനും വേറെ വേറെ റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പം ഹൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.